ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്ന് രഞ്ജിത്തിനെ മാറ്റാൻ നീക്കം. അടുത്തിടെ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്നാണ് രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ ശക്തമായ പ്രതിഷേധമുയരുന്നത്. ഇന്നലെ ചേർന്ന അക്കാദമി ജനറൽ കൌൺസിൽ യോഗം രഞ്ജിത്തിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാന് കത്തയച്ചിരുന്നു. അക്കാദമിയിലെ പുതിയ വിവാദങ്ങൾ സർക്കാരും കടുത്ത നിലപാടിലാണെന്നാണ് സൂചന. BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, അക്കാദമിയിൽ പ്രശ്നങ്ങൾ പുകയുന്നുണ്ട്. അത് എല്ലാ വർഷവും ആവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പക്ഷേ ഇതുവരെ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാനോ മറ്റൊരു തീരുമാനത്തിലേക്കോ സർക്കാർ കടന്നിട്ടില്ല. ഇപ്പോൾ അക്കാദമി അംഗങ്ങൾ തന്നെ രഞ്ജിത്തിനെതിരെ തിരിഞ്ഞ സാഹചര്യത്തിൽ സമ്മർദ്ദത്തിലാകുകയാണോ സർക്കാർ? ഒരു തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? ചലച്ചിത്ര അക്കാദമിക്കും സംസ്ഥാന സർക്കാരിനും രഞ്ജിത്ത് നിരന്തരം ബാധ്യതയാകുന്നുവെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. നേരത്തെയൊക്കെ രഞ്ജിത്തിനെ പൂർണ്ണമായും സംരക്ഷിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ. പക്ഷേ ഇപ്പോൾ അത്തരമൊരു പൂർണ്ണ പിന്തുണ രഞ്ജിത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. കാരണം സർക്കാരിന് നിരന്തരം രഞ്ജിത്ത് തലവേദനയാകുന്നു. സർക്കാരിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായുള്ള പരാമർശങ്ങളാണ് പലപ്പോഴും രഞ്ജിത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ചലച്ചിത്ര അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണ്ണയത്തിൽ പോലും രഞ്ജിത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നപ്പോഴും അന്ന് മന്ത്രി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അനാവശ്യ വിവാദങ്ങളാണ് രഞ്ജിത്ത് ഉണ്ടാക്കുന്നത്. അത് ചലച്ചിത്രോത്സവത്തിൻ്റെ അടക്കം ശോഭ കെടുത്തുന്നതായ പരാതികൾ ഉയർന്നു വരുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിലെ 4 അംഗങ്ങൾ നേരത്തെ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം കത്ത് നൽകിയിരുന്നു. രഞ്ജിത്തിനെ മാറ്റണം, ഞങ്ങളും ഇടതുപക്ഷ അനുഭാവികളാണ്, പക്ഷേ രഞ്ജിത്തിൻ്റെ ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ അത് അക്കാദമിയുടെ യശസ്സ് കെടുത്തുന്നതാണ്, നിരന്തരം അക്കാദമിയെ അവഹേളിക്കുന്നതാണ്, അപമാനിക്കുന്നതാണ്. ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് 4 അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. 4 പേരും N അരുൺ, മനോജ് ഖാന, മമ്മി സെഞ്ചുറി, പ്രകാശ് ശ്രീധരൻ എന്നിവരാണ് മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയത്. രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. ഇന്നലെ ജനറൽ കൗൺസിൽ ചേരുമ്പോഴും 15 പേർ പങ്കെടുത്ത ജനറൽ കൗൺസിൽ 9 പേർ രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിച്ചു. മന്ത്രി സജി ചെറിയാനെ കത്ത് നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണം. അക്കാദമിയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെടുന്നു. നിരന്തരം അംഗങ്ങളെ അവമാനിക്കുന്നു. ഡോക്ടർ ബിജു കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ബിജുവിനെ പരസ്യമായി അവമാനിക്കുകയായിരുന്നു രഞ്ജിത്ത് ചെയ്തത്. അത്തരത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ചലച്ചിത്രമേളയുടെ അവസാന ദിവസം രഞ്ജിത്തിന്റെ പ്രസംഗവും അതുപോലെ കാണികളെ അപമാനിക്കുകയും ചെയ്തെന്ന വലിയ വിവാദമായിരുന്നു. അതിനുശേഷവും ചലച്ചിത്ര അവാർഡ് നിർണ്ണയത്തിൽ ഇടപെട്ടു എന്ന പരാതി ഉയർന്നു വന്നു. ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പക്ഷപാതം കാണിക്കുന്നു എന്ന പരാതിയുണ്ട്. അത്തരത്തിൽ നിരന്തര പരാതികളാണ് രഞ്ജിത്തിനെതിരെ ഉയരുന്നത്. ഒരു വനിതാ അംഗത്തെ മോശമായി അവരോട് പെരുമാറിയെന്ന പരാതിയുണ്ട്. അത്തരത്തിൽ നിരവധി പരാതികൾ രഞ്ജിത്തിനെതിരെ ഉണ്ട്. ഇനിയും ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് തുടർന്നു കൊണ്ടുപോകുന്നത് സംസ്ഥാന സർക്കാരിനും അക്കാദമിക്കും ഗുണം ചെയ്യില്ലെന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നത്. സർക്കാരും വളരെ ഗൗരവത്തോടെ ഈ പരാതികൾ കാണുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. നിരവധി പരാതികളുണ്ട്. അക്കാദമി അംഗങ്ങൾക്ക് മാത്രമായിട്ട് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു. പിന്നെ രഞ്ജിത്ത് കാണിക്കുന്ന ധാർഷ്ട്യം, കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ ചില പരാമർശങ്ങൾ, ഡോക്ടർ ബിജുവിനെതിരായുള്ള പരാമർശങ്ങൾ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അക്കാദമി അംഗങ്ങൾ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്? അതിൽ ആരൊക്കെയാണ് കൃത്യമായി നിലപാടെടുത്തിരിക്കുന്നത്? 15 അംഗങ്ങളാണ്. അതിൽ 9 പേരും ഈ സമാന്തര യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏത് തരത്തിലാണ് അവരുടെ നീക്കങ്ങൾ? കടുത്ത നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് അക്കാദമിയിലെ ബഹുഭൂരിപക്ഷത്തിനുമുള്ളത്. കാരണം ഒരു രാഷ്ട്രീയ ഭേദമില്ലാതെ, അതായത് രഞ്ജിത്തിനെ CPM നോമിനിയാണ് ചെയ്തത്. പക്ഷേ CPM അനുകൂലികളായിട്ടുള്ളവരും അതുപോലെ തന്നെ CPIയുടെ അംഗങ്ങളുമൊക്കെ എല്ലാവരും ഒരുപോലെ ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. രഞ്ജിത്തിൻ്റെ നിലപാടെടുക്കുകയാണ്. രഞ്ജിത്ത് പ്രസ്താവന, പ്രത്യേകിച്ചും ഡോക്ടർ ബിജുവിനെ അപമാനിച്ച അടക്കമുള്ള പ്രസ്താവനകൾ അനവസരത്തിലുള്ളതായി പോരാ, അനാവശ്യ ഇടപെടലുകളാണ്, അനാവശ്യ വിമർശനങ്ങളാണ് രഞ്ജിത്ത് ഉന്നയിക്കുന്നത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാനാകില്ല നിലപാടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടലാണ് കൗൺസിൽ അംഗങ്ങളുടെ ആവശ്യം. ചലച്ചിത്രമേളയുടെ യശസ്സ് കെടുത്താൻ, ചലച്ചിത്ര അക്കാദമിയുടെ യശസ്സ് കെടുത്താൻ, ചലച്ചിത്രമേളയുടെ ശോഭ കെടുത്താൻ മാത്രമാണ് രഞ്ജിത്തിൻ്റെ ഈ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊക്കെ വഴിവെക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നത് വഴി സർക്കാർ കൂടി കൂടുതൽ നാണം കെടുകയാണ്, സർക്കാരിനെ കൂടി ഇത്തരത്തിൽ മോശപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ചലച്ചിത്ര അവാർഡ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട് നിയമപുഷ്പരാജ് അടക്കമുള്ളവരുടെ പരാതിയുണ്ട്. ഇപ്പോൾ ഡോക്ടർ ബിജുവിനെയും അതുപോലെ തന്നെ ഭീമൻ രഘുവിനെയും ഒക്കെ അപമാനിച്ച സംഭവങ്ങളുണ്ട്. വനിതാ അംഗത്തിന് പരസ്യമായി ഒരു പരാതി പറഞ്ഞപ്പോൾ അവർക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയുണ്ട്. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളും നിരന്തരം അക്കാദമിയെ അവമാനിക്കുന്നു. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്നു. അക്കാദമിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഏകപക്ഷീയമായി രഞ്ജിത്ത് തീരുമാനമെടുക്കുകയാണ്. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്നു. അക്കാദമിയുടെ അംഗങ്ങൾക്ക്, അതിൻ്റെ ഗവേണിംഗ് കൗൺസിലിന് ഒരു വിലയുമില്ലാത്ത തരത്തിലുള്ള നീക്കങ്ങളാണ് രഞ്ജിത്ത് നടത്തുന്നത്. ഇങ്ങനെ ഒരാളെ അക്കാദമിയുടെ തലപ്പത്ത് തുടർന്ന്
തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. സർക്കാരും വളരെ ഗൗരവത്തോടെ ഈ പ്രാവശ്യം ഈ പരാതികൾ കാണുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. മന്ത്രി രഞ്ജിത്തിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ചലച്ചിത്രമേള ഇന്ന് അവസാനിക്കും. അതിനുശേഷം നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. മുഖ്യമന്ത്രിക്കും 4 പേർ ഒപ്പിട്ട പരാതി 4 അംഗങ്ങൾ ഒപ്പിട്ട പരാതി ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെടാൻ മന്ത്രിയോട് സിനിമാ മന്ത്രി സജി ചെറിയാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം അവസാനത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ രഞ്ജിത്തിനെതിരെ വലിയ ചോദ്യചിഹ്നമായി, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ നടപടി എടുക്കുന്നില്ല എന്നൊക്കെ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നടപടി ഉണ്ടായില്ല, അന്വേഷണം പോലും ഉണ്ടായില്ല. മന്ത്രി സജി ചെറിയാൻ അതിനെ പാടെ തള്ളുന്ന പ്രവണതയാണ്. പക്ഷേ ഡോക്ടർ ബിജുവിനെതിരായ പരാമർശത്തിൽ അതിനോട് യോജിപ്പില്ല, ഇല്ലെങ്കിൽ അതിലൊരു അതൃപ്തി മന്ത്രി രേഖപ്പെടുത്തിയിരുന്നു, വിശദീകരണം ചോദിച്ചിരുന്നു എന്നുള്ളത് സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഇത്രയധികം സംരക്ഷിക്കേണ്ടത്? ഇത്ര ഡിസ്റെസ്പെക്ട്ഫുള്ളായി പെരുമാറുന്ന, ഇല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകരോട് പോലും ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന അക്കാദമിക്ക് യാതൊരു തരത്തിലുമുള്ള സൽപ്പേര് ചലച്ചിത്രമേള ഉൾപ്പെടെ IFFK-യിലാണ് ഈ ഒരു വിവാദം നടക്കുന്നത്, അതുൾപ്പെടെ നൽകാൻ സാധിക്കാത്ത ഒരു ചെയർമാനെ എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഇത്രയധികം സംരക്ഷിക്കുന്നത്? ഇടതുപക്ഷ അനുഭാവിയായി കഴിഞ്ഞ കുറേ നാളുകൾ അറിയപ്പെടുന്ന ആളാണ് രഞ്ജിത്ത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്ര ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് സർക്കാർ നിയോഗിച്ചത്. അങ്ങനെ ആൾക്കെതിരെ തുടക്കത്തിൽ വിമർശനം ഉണ്ടാകുമ്പോൾ മാറ്റുന്നത് സർക്കാരിനെ ഗുണം ചെയ്യില്ല, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി സമയം അദ്ദേഹത്തിന് നൽകാമെന്ന ഒരു നിലപാടിലായിരുന്നു സിനിമാ മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. നേരത്തെയൊക്കെ രഞ്ജിത്തിന് നിരന്തരം ഈ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാട്. പക്ഷേ ഇപ്പോൾ ഈ വീണ്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയാണ് രഞ്ജിത്ത് ചെയ്യുന്നത്. അക്കാദമിയെ പ്രതിരോധത്തിലാക്കുകയാണ് രഞ്ജിത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് ആ ഒരു പദവിയിൽ അവസരം തുടർന്ന് നൽകണമെന്ന കാര്യത്തിൽ സർക്കാരിനും വിരുദ്ധ അഭിപ്രായമുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ടാണ് മന്ത്രി വിശദീകരണം തേടിയത്. രഞ്ജിത്തിനെ ഒറ്റയടിക്ക് പലപ്പോഴും രഞ്ജിത്ത് ഓരോ വിവാദങ്ങളിൽപ്പെടുമ്പോഴും രഞ്ജിത്ത് വളരെ പ്രഗത്ഭനായ സംവിധായകനാണ് എന്ന പ്രഖ്യാപനം പരസ്യ പിന്തുണ നൽകിയ ആളാണ് മന്ത്രി സജി ചെറിയാൻ. പക്ഷേ ഇപ്പോൾ ഇത്തവണ അദ്ദേഹവും ആ ഒരു ഓപ്പൺ ചെക്ക് നൽകുന്നില്ല രഞ്ജിത്തിന് അത്ര ഒരു പിന്തുണ അദ്ദേഹവും നൽകുന്നില്ല. സ്വാഭാവികമായും അത്ര വലിയ സമ്മർദ്ദം സർക്കാരിനെ ഉണ്ടാക്കുന്നുണ്ട്. രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യവും സർക്കാരിൽ വലിയ സമ്മർദ്ദമായി മാറുന്നു. ഇടതുപക്ഷവുമായി ചേർന്ന് പോകുന്ന പ്രധാനപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകർ തന്നെ രഞ്ജിത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ്. വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കും ചെയർമാൻ്റെ ഈ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളോട് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം പരസ്യ പ്രതികരണം തയ്യാറായിട്ടില്ല. പക്ഷേ ഈ എതിർക്കുന്നവരുടെയൊക്കെ അദ്ദേഹത്തിൻ്റെയും പിന്തുണയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ 9 പേർ പങ്കെടുത്ത കൗൺസിലിന് പുറമെ ബാക്കിയുള്ളവരും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. രഞ്ജിത്തിനെ അനുകൂലിച്ച അധികം ആളുകൾ അക്കാദമിയിൽ ഇല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഭൂരിഭാഗം അംഗങ്ങളും രഞ്ജിത്ത് മാറണം, അല്ലെങ്കിൽ രഞ്ജിത്തെ സർക്കാർ മാറ്റണമെന്ന നിലപാട് ഉള്ളവർ തന്നെയാണ്. ഇത് IFFK-യുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം, അതും ചലച്ചിത്ര മേള നടന്നുകൊണ്ടിരിക്കെ ഒരു മാധ്യമത്തിന് ഇങ്ങനെ ഒരു അഭിമുഖം കൊടുക്കുകയും അതിൻ്റെ പുറകെ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാവുകയും അതും മേളയുടെ നടത്തിപ്പുകാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തന്നെ അതിന് കാരണക്കാരനാവുക എന്ന് പറയുമ്പോൾ IFFK-യുടെ ആ ഒരു സുഖം, ഇല്ലെങ്കിൽ അതിൽ എത്തുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അതൃപ്തി, അത് എത്രത്തോളം ഈ മേളയിൽ പ്രതിഫലിച്ചു കാണാമായിരുന്നു? മേളയുടെ നടത്തിപ്പിൽ കാര്യമായ വിവാദങ്ങളോ പരാമർശങ്ങളോ ഇത്തവണ ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ വർഷവും മേളയുടെ സമാപന ദിവസം രഞ്ജിത്ത് നടത്തിയ പരാമർശങ്ങൾ, അതിനുശേഷം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലൊക്കെ ഈ ബഹളമുണ്ടാക്കുന്നവരെ നായികളോട് ഉപമിച്ചുള്ള പരാമർശങ്ങളൊക്കെ വലിയ വിവാദമായിരുന്നു. രഞ്ജിത്ത് അത്തരം നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുന്നത് സിനിമാ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ വിമർശനത്തിന് അപ്രീതിക്ക് കാരണമായിരുന്നു. കാരണം സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആരെയും ആ രീതിയിൽ ബഹുമാനിക്കാതെ താൻ പറയുന്നത് മാത്രമാണ് ശരി, താൻ മാത്രമാണ് മികച്ച സിനിമയുടെ പറഞ്ഞോളൂ അരുൺ, തുടർന്നോളൂ. അങ്ങനെ ഒരു നിലപാട്, ഒരു മാടമ്പിത്തരം കാണിക്കുന്നു രഞ്ജിത്ത് എന്ന വിമർശനമാണ് പൊതുവിൽ സിനിമാ പ്രവർത്തകർക്കിടയിലും അക്കാദമിയുടെ കൗൺസിൽ അംഗങ്ങൾക്കിടയിലും ഒക്കെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നത്. സർക്കാർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. സിനിമാ മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തെ മാറ്റാൻ ഈ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ ശേഷമെങ്കിലും മാറ്റാൻ തയ്യാറാകുമോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ രഞ്ജിത്തിന് നേരത്തെയുള്ള പിന്തുണ സർക്കാരിൽ നഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? കാരണം
കൗൺസിൽ അംഗങ്ങൾ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് രഞ്ജിത്തിനെ ആ സ്ഥാനത്ത് തുടരാൻ സർക്കാർ അനുവദിക്കുമോ അല്ലെങ്കിൽ രഞ്ജിത്ത് തുടരാൻ തയ്യാറാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് ഡോക്ടർ ബിജുവിന്റെ സിനിമകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അതേറെ ചർച്ചയായപ്പെട്ടു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായി. രണ്ടു പേരുടെയും സിനിമകൾ തമ്മിലൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ വലിയ ചർച്ചയാക്കി. ഡോക്ടർ ബിജുവിന് വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ സിനിമയെക്കുറിച്ച് പറയുന്നത്, സിനിമാ മേഖലയെക്കുറിച്ച് ഇല്ലെങ്കിൽ ഈ ഓഫ്ബീറ്റ് സിനിമകൾ എടുക്കുന്ന ആളുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ അത് രഞ്ജിത്തിനെ പോലെയുള്ള ഒരാൾക്ക് അത് എത്രത്തോളം ദോഷം ചെയ്യും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്? സിനിമാ പ്രവർത്തകർക്കിടയിലുള്ള അതൃപ്തി എത്രത്തോളം പരസ്യമാവുന്നുണ്ട്? രഞ്ജിത്ത് തീർച്ചയായും സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ചലച്ചിത്രകാരനാണ്. നിരവധി ആളുകൾ ബഹുമാനിക്കുന്ന, മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നിരവധി ചിത്രങ്ങൾ അത് വാണിജ്യ സിനിമയായാലും ഓഫ് ബീറ്റ് ചിത്രങ്ങളായും നൽകിയ സംവിധായകനാണ്. തിരക്കഥാകൃത്ത് അതൊക്കെ വസ്തുതയ്ക്ക് നിരക്കുന്നതുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് തൻ്റെ സിനിമകൾ മാത്രം മികച്ച സൃഷ്ടികളെന്നും ബാക്കിയുള്ളവർ ഡോക്ടർ ബിജുവിനെ പോലെയുള്ള സംവിധായകരുടെ സിനിമകൾക്ക് നിരവധി ആരാധകരുള്ളതാണ്. ഒരുപക്ഷെ അത് തിയേറ്ററുകളെ ഇളക്കി മറിക്കുന്ന സിനിമകളായിരിക്കില്ല, തിയേറ്ററുകൾ കാശുവാരി പടങ്ങളാകില്ല. പക്ഷേ ഡോക്ടർ ബിജുവിൻ്റെ സിനിമയൊക്കെ ആ രീതിയിൽ ചലച്ചിത്രമേളകളിൽ, അത് കേരളത്തിൻ്റെ ചലച്ചിത്രമേളയിലും സംസ്ഥാനത്തിന് പുറത്ത് ഗോവയിലായാലും അല്ലെങ്കിൽ രാജ്യാന്തര മേളകളിലൊക്കെ ആയാലും വലിയ സ്വീകരിക്കപ്പെടുന്ന, ആ രീതിയിൽ കയ്യടി കിട്ടിയിട്ടുള്ള സിനിമകളാണ്. ആ രീതിയിൽ മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ നിരവധി ചിത്രങ്ങൾ എടുത്ത സംവിധായകനാണ് ബിജു. അദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായും അത് സിനിമാ പ്രേമികൾക്കിടയിൽ മറ്റൊരു വികാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് രഞ്ജിത്തിന് എതിരാണ്. രഞ്ജിത്തിൻ്റെ സിനിമകളെ അംഗീകരിക്കുമ്പോൾ, രഞ്ജിത്തെ ചലച്ചിത്രകാരനെ അംഗീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം സ്വീകരിക്കുന്ന ഇത്തരം ഏകപക്ഷീയ നടപടികൾ, വിമർശനങ്ങളൊക്കെ രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര പ്രേമികളുടെ വലിയ വികാരം ഉണ്ടാകാൻ കൂടി കാരണമായിട്ടുണ്ട്. ദിവസങ്ങളിൽ ബിജുവിൻ്റെ ആരാധകർ എന്നതിനപ്പുറത്തേക്ക് സിനിമയായി കാണുന്ന ആളുകൾ ചരിത്രകാരന്മാരെ അവരെടുത്ത ചിത്രങ്ങളുടെ മെറിറ്റ് നോക്കി, ആ മെറിറ്റ് അനുസരിച്ച്, അവരുടെ പ്രാഗൽഭ്യം അനുസരിച്ച് വിലയിരുത്തുന്ന സിനിമാ പ്രേമികൾ സ്വാഭാവികമായും രഞ്ജിത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പരാമർശങ്ങളോട് യോജിക്കുന്നവർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാംസ്കാരിക മന്ത്രി, ഞാൻ അരുണിലേക്ക് വരാം. ഇപ്പോൾ അരുൺ ചേരുന്നു, അക്കാദമി മെമ്പർ. അരുൺ, ഇവിടെ ഇത്രയധികം പരാതികൾ ഇല്ലെങ്കിൽ അക്കാദമിക്കുള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴൊന്നും സർക്കാർ വേണ്ട രീതിയിൽ അത് ശ്രദ്ധിച്ചില്ല. മന്ത്രി സജി ചെറിയാൻ അവസാനമുണ്ടായ അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശത്തിൽ ഇല്ലെങ്കിൽ ആ ഒരു വിവാദത്തിൽ പോലും അദ്ദേഹം കാര്യമായി പ്രതികരിച്ചില്ല, രഞ്ജിത്തിനൊപ്പം നിന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ, അക്കാദമി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ സർക്കാരിന് പരാതി നൽകിയിരിക്കുകയാണ്. നേരിട്ട് എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ ഈ നമ്മുടെ ചലച്ചിത്രമേള അതിഗംഭീരമായി നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു വിവാദം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും ഉണ്ട്. മേളയ്ക്ക് ശേഷം അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാം. ഇപ്പോ ഇന്നലെ അവിടെ ഉണ്ടായത് ഒരു സമാന്തര അല്ലെങ്കിൽ ഒരു യോഗോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. തൊട്ടപ്പുറത്തെ മുറിയിൽ ചെയർമാൻ ഉണ്ടായിരുന്നു. ഞങ്ങള് ചലച്ചിത്ര അക്കാദമി അംഗങ്ങളുടെ മുറിയിൽ നിന്ന് ചില കാര്യങ്ങൾ ആലോചിക്കുകയും ഞങ്ങൾക്കുള്ള ചില അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ അറിയിക്കുകയായിരുന്നു. അത് ഇപ്പൊ ചെയർമാനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടൊന്നും ആയിരുന്നില്ല. അക്കാദമിക്കകത്തുള്ള കുറെ കാര്യങ്ങൾ പ്രധാനമായിട്ടും അത് മന്ത്രി ഇടപെടുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ചും പല കാര്യങ്ങളും ചെയർമാൻ വ്യക്തിപരമായി പറയേണ്ട കാര്യങ്ങൾ ഇപ്പോ പറയുമ്പോ, വിമർശനങ്ങളും നിങ്ങളുടെ പരാതികളും ഒക്കെ ചിലരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഈ ചെയർമാൻ വ്യക്തിപരമായി പുള്ളിയുടെ മനസ്സിലുള്ള പല ചിന്തകളും ഈ ഘട്ടത്തിൽ തുറന്നു പറയുമ്പോ അല്ലെങ്കിൽ മീഡിയയോടൊക്കെ പറയുമ്പോ അത് അക്കാദമിയുടെ അഭിപ്രായമായി മാറുന്നുണ്ട്. അതിന്റെ ഒരു പാപഭാരം ചുമക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ വകുപ്പും അക്കാദമി ഭാരവാഹികളും തമ്മിൽ നിലവിൽ പ്രശ്നമുണ്ടോ, ഇല്ലെങ്കിൽ അത് പരിഹരിക്കാമെന്ന് എന്തെങ്കിലും ഉറപ്പ് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. മേളയ്ക്ക് ശേഷം ഈ നമ്മുടെ ഇന്ന് തിരശ്ശീല താഴെയാണ്, ഗംഭീര ചലച്ചിത്രമേളയായിരുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നതാണ് കരുതുന്നത്. നമ്മൾ പല വിഷയങ്ങളിലും ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ജനാധിപത്യ സംവിധാനമാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അത് ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വിഷ്വൽസ് അടക്കമൊക്കെ വന്നിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾ ചില അഭിപ്രായങ്ങൾ പറയുകയായിരുന്നു. അതൊരു യോഗോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ അക്കാദമി അംഗങ്ങളായിരുന്നു അത്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഈ ചെയർമാന്റെ ഈ വർത്തമാനങ്ങളാണ്, അനാവശ്യമായ അനവസരത്തിലുള്ള വർത്തമാനങ്ങൾ, നമ്മൾ ആദരിക്കേണ്ടവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില വർത്തമാനങ്ങളൊക്കെ
അതിന്റെ ഒന്നും ഷെയർ പിടിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. ഓക്കെ, മനസ്സിലായി. പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ എതിർപ്പോ ഒക്കെ വ്യക്തി എന്ന രീതിയിൽ ഉണ്ടാവും. പക്ഷെ ഈ സ്ഥാനത്തിരുന്ന് പറയരുത്, പറയാൻ പാടില്ല. അങ്ങനെ ആ സ്ഥാനത്തല്ല, ആ കസേരയിലായിരുന്നില്ല ഇരുന്നെന്നാണ് മറ്റൊരു മാധ്യമത്തിന് രഞ്ജിത്ത് നൽകിയത്. താങ്കളൊന്ന് തുടരാമോ? ഇപ്പോൾ സംവിധായകൻ വിനയൻ കൂടി ചേരുന്നുണ്ട്. ചെയർമാനിന് ഒരു കസേരയുണ്ടോ? അല്ല, അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. ആ കസേരയായിരുന്നില്ല, എന്റെ വീട്ടിലിരുന്നാണ് പറഞ്ഞത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശരി, താങ്കളൊന്ന് തുടരാമോ? സംവിധായകൻ വിനയൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ വിനയൻ, ഇവിടെ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നതിനപ്പുറത്തേക്ക് സിനിമ ഒരുപാട് സംവിധാനം ചെയ്തിട്ടുള്ള, എഴുതിയിട്ടുള്ള സിനിമാ പ്രവർത്തകനായ ഒരാളിൽ നിന്ന് മറ്റൊരു സഹപ്രവർത്തകനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, അത് സ്വാഭാവികമായിട്ടും സിനിമാക്കാർക്ക് വേദനയുണ്ടാക്കുന്നതായിരുന്നു. മറ്റൊന്ന്, ഈ സ്ഥാനത്തിരിക്കെ കൊണ്ട് പറയേണ്ട കാര്യങ്ങളാണോ രഞ്ജിത്ത് പറയുന്നത്? ഇതൊക്കെ പരാതിയായി ചെന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? സർക്കാർ പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാര വകുപ്പ് മന്ത്രി ഇനിയും നടപടിയെടുക്കുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ നേരും സത്യവും അങ്ങനൊന്നും അല്ലല്ലോ. ഒരാളെ സംരക്ഷിക്കണമെന്ന് തോന്നിയാൽ സംരക്ഷിക്കണമെന്ന് തോന്നുന്നു, അങ്ങ് സംരക്ഷിക്കും, അതാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കഴിഞ്ഞ 8 മാസം മുമ്പ് ഇദ്ദേഹം ഇടപെട്ട ഒരു വലിയ കുഴപ്പം പിടിച്ച ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. ചലച്ചിത്ര അവാർഡിൽ അക്കാദമി ചെയർമാൻ ഇടപെട്ടു എന്നുള്ളൊരു വലിയ ഇതുക്കണക്കാരെങ്കിലും കളിയാക്കിയതോ മോശമായിട്ട് സംസാരിച്ചൊന്നുമല്ല, നിയമപരമായിട്ട് ചട്ടം ലംഘിച്ച ഒരു ഇഷ്യൂ. അതിന്റെ ഫുൾ തെളിവോടുകൂടി അതിന്റെ ജൂറി മെമ്പർമാര് തന്നെ 1-2 പേര് ഇദ്ദേഹം ഇടപെട്ടെന്നും അത് നിയമപരമല്ലെന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്ത് മുഖ്യമന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നു പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു കിട്ടിയെന്ന് പോലും എന്റെ അടുത്ത് പറഞ്ഞില്ല, ഒരു കത്ത് വന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനോട് ഈ വിവരം അന്ന് ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു എന്ന് നേമം പുഷ്പരാജ് അദ്ദേഹത്തിന്റെ PS-നോട് പറഞ്ഞിരുന്നു. PS-നോട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഇദ്ദേഹം നേമം പുഷ്പരാജിനെ വിളിച്ചു സജി ചെറിയാൻ. അങ്ങനെ അതിന്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് ഇദ്ദേഹം പറഞ്ഞത് രഞ്ജിത്ത് ഒരു ഇതിഹാസമാണ്, അദ്ദേഹത്തിന്റെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന്. അപ്പൊ ഇതിന്റെ ഉത്തരവാദി സജി ചെറിയാനാണെന്ന് എന്റെ അഭിപ്രായം. ഇങ്ങനെയൊക്കെയുള്ള തെറ്റ് കണ്ടാല് അപ്പോഴത് തിരുത്താനും നടപടിയെടുക്കാനും അതിനൊന്നുമില്ലെങ്കിൽ അതിനൊരു റിപ്പന്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ഭരണാധികാരികളുള്ളത് ഇതിലും അപ്പുറം നടക്കും. പക്ഷെ പിന്നീട് എന്തുണ്ട്? ഈ കേസ് താങ്കൾ വിട്ടോ? ഞാൻ വിടാൻ കാര്യം ഇവര് തന്നെ ഒരു ഡെമ്മിയെ കൊണ്ടുവന്നൊരു കേസ് കൊടുത്തില്ലേ? ഏതോ ഒരു ഡെമ്മിയെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഒരു തെളിവില്ലാതെ കേസ് കൊടുത്ത് തള്ളിക്കുന്ന ഒരു പരിപാടി ചെയ്തില്ലോ. പിന്നെ അതിന്റെ പുറകെ ഒന്നും പോകാൻ എനിക്ക് അവാർഡ് കിട്ടുക എന്നുള്ള പ്രശ്നമല്ല അതിനകത്തുണ്ടായിരുന്നത്. കാരണം അവാർഡ് നിർണയത്തിൽ അക്കാദമി ചെയർമാൻ ഇടപെടാൻ പാടില്ല എന്നുള്ള വളരെ തെറ്റായ ഒരു കാര്യത്തിൽ രഞ്ജിത്ത് ഇടപെട്ടു എന്നാ. അപ്പൊ ഇന്ന് നമ്മുടെ സജി ചെറിയാൻ പറയുന്നത് കേട്ടു, വ്യക്തിപരമായ കാര്യങ്ങൾ അതിനകത്തുള്ളത് ഇതൊക്കെ പറഞ്ഞു തീർക്കാന്ന്. ഞാനും തന്നെ പറയുന്നത്, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ ദ്രോഹിക്കുക, ആ സ്ഥാനത്ത് കയറിയിരുന്നുണ്ട്, ആ ചെയറിൽ കയറിയിരുന്നുണ്ട്, പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ആറാട്ടുഴ വേലായുധ പണിക്കരെന്ന് പറയുന്നത് ഇങ്ങനെ കുടുംബശത്രു അമ്മാവനും ഒന്നും അല്ലല്ലോ. ഇങ്ങനെ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് ആ പടത്തെ അങ്ങനെ പറഞ്ഞു മനസ്സിലായത്. അപ്പം ഈ രഞ്ജിത്തിന്റെ ഭാഗത്ത് ഭയങ്കര കുഴപ്പമുണ്ട്. അദ്ദേഹത്തിന് എന്ത് പറ്റി? എനിക്ക് പണ്ടറിയാവുന്ന രഞ്ജിത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. രഞ്ജിത്തിന് വലിയ കുഴപ്പമുണ്ട്. അദ്ദേഹം ഇത്ര ഒരു സ്ഥാനത്തിരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. താങ്കളൊന്ന് തുടരാമോ? അരുൺ അക്കാദമി മെമ്പർ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ കേസ് ഇപ്പൊ വിനയൻ പറഞ്ഞിരിക്കുന്ന കേസ് അദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് അന്ന് ചലച്ചിത്ര അവാർഡ് നൽകിയപ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹം നിയമപരമായൊക്കെ നീങ്ങിയ കേസാണ്. അത് തിരിച്ചറിഞ്ഞിട്ടും ഇല്ലെങ്കിൽ അത് വ്യക്തമായിട്ടും മന്ത്രി സജി ചെറിയാൻ എന്തുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇല്ലെങ്കിൽ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് പോയി എന്നാണ് അക്കാദമി മെമ്പേഴ്സ് ഇപ്പോൾ കരുതുന്നത്? അതുമായി ബന്ധപ്പെട്ടൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ ഈ അക്കാദമിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോർഡിൽ ഇരിക്കുന്ന ഒരാളാണ്. പിന്നെ നിങ്ങൾ ഈ വിഷയം ചോദിക്കേണ്ടത് എന്നോടല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പോ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് മന്ത്രിയെ കുറിച്ചാണ്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഞങ്ങൾക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്ന സമാന്തര യോഗങ്ങളൊന്നുമല്ല. ഞങ്ങളുടെ ചില പരാതികൾ, ചില ആവലാതികൾ അത് അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തീരുമാനം ഉണ്ടാകും തന്നെയാണ്, നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയാണ്, ഈ മേള മനോഹരമായി നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇതൊരു വിവാദമാക്കാനൊന്നും ആഗ്രഹിക്കുന്നവരല്ല. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞ ആരും തന്നെ. ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് വർത്തമാനം തുറന്നു പറയേണ്ട ഘട്ടങ്ങളിൽ ഒരു സംശയമില്ല തുറന്നു പറയാം. അവാർഡ് വിവാദം ഉണ്ടായ ഘട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പറയും.
ശരി, ശ്രീ വിജയൻ, ഇവിടെ സംവിധായകന് ഡോക്ടർ ബിജുവിനെതിരെ ഇത്രയധികം പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് എന്തൊക്കെയാണ് താങ്കൾ കേട്ട് കാണും സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഡോക്ടർ ബിജു നൽകിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് സാംസ്കാരിക കേരളത്തിന് ഇല്ലെങ്കിൽ സിനിമാ മേഖലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാമേജ് അത് എത്രത്തോളമാണ്? ഒരു സംവിധായകൻ ഇല്ലെങ്കിൽ അക്കാദമിയുടെ ചെയർമാൻ ആ മേഖലയെക്കുറിച്ച് അതിലെ ആളുകളെക്കുറിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അത് എത്രത്തോളം ദോഷം ചെയ്യും സിനിമാ മേഖലയെ സംബന്ധിച്ച്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെസ്റ്റിവലിന് എന്തോ ചെറുപ്പക്കാര് സദസ്സിലിരുന്ന് കൂവിയപ്പോൾ അവരെ നായ്ക്കളോട് അദ്ദേഹം ഉപയോഗിച്ചു. അതൊക്കെ നമുക്ക് ഒരിക്കലും ഒരു സാംസ്കാരിക നായകൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അദ്ദേഹം ഇരിക്കുന്ന കസേര അതാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഡോക്ടർ ബിജുവിനെ എന്താണ് ആള് കയറാത്ത സിനിമയുടെ സംവിധായകൻ, അദ്ദേഹം അന്തർദേശീയ തലത്തിൽ അദ്ദേഹം അംഗീകാരമൊക്കെ നേടിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തെ പറ്റി അങ്ങനെയൊക്കെ പറയാൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രഞ്ജിത്തിനോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അരവിന്ദൻ വിശ്വോത്തര സംവിധായകനായ നമ്മുടെ അന്തരിച്ച അരവിന്ദൻ, അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ ഷാജിയൻ കരുൺ, ഇതുപോലെയുള്ളവരൊക്കെ ഈ പറയുന്ന ആള് കയറാത്ത സിനിമയുടെ ഒരു പ്രസക്തി ഇല്ലാത്ത സംവിധായകരാണോ? അത് രഞ്ജിത്ത് മാത്രമല്ല, അത് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ഞാൻ ചോദിക്കുക. നിസ്സാരമായിട്ട് ഇതൊക്കെ തള്ളിക്കളയുമ്പം അദ്ദേഹം ഒന്ന് ചിന്തിക്കണം. അങ്ങനെ ഈ പറയുന്നവരെ അങ്ങനെ ആ ഗണത്തിൽപ്പെടുത്താൻ പറ്റുമോ? എന്തൊരു മണ്ടത്തരമാണ്. അതൊക്കെ പോട്ടെ, ആരുമല്ല അത്തരം ലെവലിലൊന്നും ഇല്ലാത്ത ഈ ഭീമൻ ഡിഹുവിനെ പറ്റി അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു സാധാരണ ഒരു എത്ര മോശമായിട്ട് കളിയാക്കിയല്ലേ. എന്ത് അതിന്റെ കാര്യമെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ എന്തുമാത്രം അദ്ദേഹത്തെ ഒരു പോണ്ടൻ, ഒരു പോഴൻ, ആ ലെവലിലൊക്കെ ഒരു വ്യക്തിയെ പറ്റി പറയുക എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട് പരസ്പരം. അതായത് എന്താണ്, മാനസിക നില പരിശോധിക്കണം. എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്ന് തന്നെയാണ് എനിക്ക്. നമ്മളിപ്പോ സിനിമാ ഭാഷയിൽ ഡസ്റ്റ്ബിൻ പ്രൊഡക്ട്സ് എന്ന് പറയാറില്ലേ ചില സിനിമകളെ കുറിച്ച്? പിന്നീട് ബോധമുണ്ടായപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത്, ഇല്ലെങ്കിൽ ഇന്നത്തെ അത്ര പൊളിറ്റിക്കൽ അല്ലായിരുന്നു അന്ന് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പഴയ സിനിമകളെ ന്യായീകരിക്കുന്ന തരത്തിൽ പെടുന്ന ഒരാളെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളല്ലേ ഇപ്പോൾ അക്കാദമിയിൽ നടക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അല്ല, അവരെ എത്തിച്ചു. ചിലപ്പം ഇദ്ദേഹം ഒത്തിരി നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്, ഇല്ലെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തെ കണക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചായിരിക്കും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്ന് വരുന്ന ചില കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ കാണുമ്പോഴെങ്കിലും ഭരണാധികാരികൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതേവരെ കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത അവാർഡ് നിർണയത്തിൽ ജൂറികളെടുത്ത് ഇടപെട്ടു എന്നുള്ള ഒരു ആരോപണം ജൂറി തന്നെ തെളിവ് സഹിതം നൽകി മന്ത്രിയുടെ PSനോ പോലും പറഞ്ഞ ഒരു ഇഷ്യൂവില് ഇങ്ങേര് മഹാനാണ്, ഇങ്ങേരൊരു ഇതിഹാസമാണ് എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഉള്ളപ്പോ പിന്നെ ഇതൊന്നും ഞാൻ വലുതായിട്ട് കാണുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. അത്രേ ഉള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ വിനയൻ പ്രതികരിച്ചതിന്. കടുത്ത നിലപാടെടുക്കും സർക്കാർ എന്നുള്ള പ്രതീക്ഷയിലാണ് അക്കാദമിയിലെ ചില മെമ്പർമാരെങ്കിലും. കഴിഞ്ഞ ദിവസമാണ് അവർ കൂട്ടമായി ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ സർക്കാരിൽ പരാതിപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അത് പ്രതീക്ഷിക്കുന്നു, നിലപാടിലേക്ക് ഒരു സർക്കാർ കടക്കും, ഒരു തീരുമാനത്തിലേക്ക് കടക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു എന്നാണ് അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് N. അരുൺ നമ്മളോട് പ്രതികരിച്ചത്.